കുട്ടിയും കെട്ടിയനും ഒന്നുമില്ലാണ്ട് ഞാനിന്ന് കോഴിക്കോട് വരെ പോവാണ് കേട്ടോ. എന്തോ കോഴിക്കോടേക്കെന്നാണോ? കോഴിക്കോടാണ് എൻ്റെ വീട് ട്ടോ. അങ്ങനെ നമുക്ക് നമ്മുടെ സ്വർഗ്ഗം വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെന്താ സ്വർഗ്ഗം വരെയെന്ന്? കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്വന്തം വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫീലാണ് കേട്ടോ. കെട്ടിയവനും കുട്ടിയൊന്നും ഇല്ലാണ്ട് ഇത്ര ഹാപ്പി ആണോന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് ഞാൻ പറയും. എൻ്റെ മോളെ ഞാൻ മിസ് ചെയ്യും. പക്ഷേ അവൾ അവളുടെ അച്ഛൻ്റെയും അച്ഛമ്മയുടെയൊക്കെ കൂടെയല്ലേ. എന്തിനാ ഞാൻ അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യം? ഞാൻ കുറച്ച് ദിവസം എൻ്റെ ബാച്ചിലർ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യട്ടെന്നേ. ആ ഒരു പഴയ ലൈഫ്. കണ്ടോ ഞാൻ കോഴിക്കോട് എത്തിയിട്ടോ. ഹൈവേ ഒക്കെ വന്നതുകൊണ്ടാണെന്നുണ്ട് ഒരു 3 മണിക്കൂർ കൊണ്ട് തന്നെ ഞാൻ കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് സ്റ്റാൻഡിൽ ഇറങ്ങി വീണ്ടും പ്രൈവറ്റ് ബസ് കയറി എൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ ഞാൻ എൻ്റെ വീടെത്തിയിട്ടോ. ഉഫ്! എന്താന്നറിയില്ല. ഒരു വല്ലാത്ത സന്തോഷമായിരുന്നു. വീട്ടിൽ അമ്മയില്ലായിരുന്നു കേട്ടോ ചെന്നപ്പം. അത് മാത്രം ഒരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതാ എൻ്റെ അമ്മമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മമ്മി പോകുന്നതിന് മുന്നേ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ മമ്മി ഉണ്ടാക്കുന്നതിൽ എൻ്റെ ഫേവററ്റ് കറിയാണ് കടുക്ക കറി. കടുക്ക കായ ഇട്ട് വെച്ചത്. കടുക്ക എന്ന് പറഞ്ഞാൽ ഈ കല്ലുമ്മക്കായാണ് കേട്ടോ. ഇത് എപ്പോൾ കഴിച്ചാലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കാൻ തോന്നും. അത്ര ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ കടുക്കയ്ക്കും കല്ലുമ്മക്കായ ഓക്കെ. ഇതിൽ കായ ഇട്ട് വെക്കുന്നോണ്ട് തന്നെ ആ കായയ്ക്കൊക്കെ ഉണ്ടല്ലോ, ആ കല്ലുമ്മക്കായുടെ ടേസ്റ്റ് ആയിരിക്കും. അടിപൊളിയായിരിക്കും ട്ടോ. ഫുഡ് അടിച്ച് ഞാൻ നേരെ പോയത് എൻ്റെ ബെഡ്റൂമിലേക്കാണ് ട്ടോ. ഇതാണ് എൻ്റെ ബെഡ്റൂം. ഡ്രസ്സൊക്കെ ഒന്ന് വാർഡ്രോബിലേക്ക് എടുത്ത് വെക്കണം. പിന്നെ ഒന്ന് ഫ്രഷ് ആവണം. ഇതിൻ്റെ റൂം ഞാനൊന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഇതെല്ലാം എൻ്റെ ഡോളുകളാണ് ട്ടോ. ഇതിലും കുറേ ഉണ്ടായിരുന്നു. പക്ഷേ കുറേയൊക്കെ ഞാൻ എൻ്റെ കസിൻസിനും പിള്ളേർക്കും ഒക്കെ എടുത്ത് കൊടുത്തു. എന്തിനാല്ലേ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് പറയാൻ വിട്ടുപോയി. വരുന്ന വഴിക്ക് എനിക്കൊരു നല്ല പണി കിട്ടി ട്ടോ. കോഴിക്കോട് ഇറങ്ങിയത് ഇതാ എൻ്റെ ബാഗിൻ്റെ ഹാൻഡിൽ പൊട്ടിപ്പോയി. ഇതും താങ്ങി പിടിച്ച് വരാൻ കുറച്ച് ബുദ്ധിമുട്ടി. അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഞാൻ പോയത് ഇതാ ഈ ഒരു പുതിയ അതിഥിനെ കാണാനാണ്. ഇതാണ് ഷുക്കൂർ ട്ടോ. ഒരു വെറൈറ്റി പൂച്ചയല്ലേ. പിന്നെ ഈവനിങ് ആയപ്പോൾ ഇതാ കല്ലുമ്മക്കായ. ഞങ്ങൾ കടുക്ക എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ കടുക്ക നിറച്ചത് ഉണ്ടാക്കി. കടുക്ക നിറച്ചത് അരിക്കടുക്ക എന്നൊക്കെ ഇതിന് പറയും. എൻ്റെ ഒരു ഫേവററ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ജീവിതകാലം മുഴുവൻ ഇത് കഴിക്കാൻ കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ് കേട്ടോ. ഇതാ മമ്മി ഇതൊക്കെ ഫ്രൈ ചെയ്ത് തന്നു. മമ്മി ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. പിന്നെ ഇതാണ് എൻ്റെ മമ്മി ട്ടോ. ഇതാ മമ്മി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ആ സമയത്ത് ഞാനത് അവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വന്തം വീട്ടിൽ വന്ന് ആരാല്ലേ പണിയെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നല്ല ചൂടോടെ നമ്മുടെ കടുക്ക നിറച്ചത് കഴിച്ചു. കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ കടുക്കയും വെച്ചിട്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒന്ന് പൊട്ടിപ്പോയി. എന്നാലും കുഴപ്പമില്ല. ടേസ്റ്റിന് ഒരു കുറവുണ്ടായിരുന്നില്ല. അടിപൊളിയായിരുന്നു ട്ടോ. ഇനി ഇതൊക്കെ കഴിച്ച് പിന്നെ രാത്രി ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തു. മമ്മി ബിരിയാണി ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു മമ്മി ഇത്രയും പണിയെടുത്തതല്ലേ ഇനിയിപ്പോൾ ബിരിയാണി ഒന്നും ഉണ്ടാക്കണ്ട നമുക്ക് മന്തി ഓർഡർ ചെയ്യാമെന്ന്. അങ്ങനെ മന്തി ഓർഡർ ചെയ്തും കൂടി കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഡേ കാണാം. ടാറ്റാ.